ഹായ് നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ്. തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലെ കിണത്തിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ ഈ ഒരു സൈറ്റിൽ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് ക്ലാഡിംഗ് ടൈൽസ് ഈ വീടിൻ്റെ എൻ്റയർ എക്സ്റ്റീരിയർ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ഫ്ലോറായിട്ട് വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്, ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. ഈ 2 ഫ്ലോറിലും എക്സ്റ്റീരിയർ മുഴുവനായിട്ട് തന്നെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഗേറ്റ് വരുന്നുണ്ട്, ഗേറ്റും അതേപോലെ തന്നെ കോമ്പൗണ്ട് വളം വരുന്നുണ്ട്. അതും ഒരു ഇതിനനുസരിച്ചുള്ളൊരു മാച്ചിങ് അവിടെ ലാറ്ററലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും ചൂട് കൂടുതലുള്ള പാലക്കാടിനോട് ചേർന്നിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ചൂടുണ്ട്. അപ്പം ഈ കസ്റ്റമർ തന്നെ തിരഞ്ഞെടുത്തൊരു ഓപ്ഷനാണ് ചൂട് കുറയ്ക്കുക എന്നുള്ളത്. അതിന് ശരിക്കും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് പുറത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ചൂടാണ്. അതൊരു കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ്സിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ അകത്ത് കയറിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ചെറിയ കാറ്റും അതേപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറും കൂടി ചേരുമ്പോൾ നല്ലൊരു തണുപ്പാണ് വരുന്നത്. അത് നമുക്ക് ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനും നല്ലൊരു കുളിർമയാണ് കിട്ടുന്നത്. ഈ സൈറ്റിലൊരു നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മളെ വർക്ക് കഴിഞ്ഞ് മറ്റുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വൃത്തിക്കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള, ഇപ്പം നമുക്ക് ഇവിടെ ഗാർഡനിങ് വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മുഴുവീഡിയോ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഇവിടെ ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്ന ഏകദേശം 6 കള്ളിയായിട്ടുള്ള വലിയ ജനലാണ് കൊടുത്തിരിക്കുന്നത് 2 ഭാഗങ്ങളിലായിട്ട്. അതേപോലെ തന്നെ ആ ജനലിൻ്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ളൊരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇരുമ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇനിയിപ്പം ബാക്കിയുള്ള നമ്മുടെ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാറ്ററൈറ്റും ആ ഇതുമായിട്ടുള്ളൊരു കോംബോ വരുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് തന്നെയാണ് റൂഫിംഗ് ടൈല്, നമ്മുടെ ടെറാക്കോട്ടൻ്റെ റൂഫിംഗ് ടൈൽ ഓട് കൊടുത്തിട്ടുണ്ട്. അതിന് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ റൂഫിംഗ് ടൈലിൻ്റെ അടിയിൽ ആ ഒരു പാകുന്ന ആ ഒരു റൂഫിംഗ് ടൈലും മേലെ ഓടും കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെയും മേലെയും വരാന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുറ്റത്തിൻ്റെ രീതിയിലുള്ള വരാന്തയാണ്. അതുകൊണ്ട് ശരിക്കും നല്ല ഒരു സ്പേസ് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ആ വലുപ്പം കാണിക്കും. വീടിൻ്റെ വലുപ്പമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വരാന്തയ്ക്കും വലുപ്പമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വൈറ്റ് റെഡ് കോംബോ ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഈ കുറച്ച് വിട്ട് നിന്നുള്ള ഈ വീഡിയോസും നമുക്ക് നിങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഈ വൈറ്റ് റെഡ് കോംബോ വളരെ മനോഹരം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മനോഹാരിത വേറെ തന്നെയാണ്. ഈ ടച്ച് ചെയ്യുമ്പോഴൊരു ഫീല്, തണുപ്പ്, അത് നമുക്ക് ഫിസിക്കലായിട്ട് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഈ ഒരു എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ശക്തമായ ചൂടുള്ള, എനിക്കൊന്ന് ഇവിടെ പാലക്കാട് ഈ പൊള്ളാച്ചി ഭാഗത്തൊക്കെ ഏകദേശം നിയർ ബൈ എനിക്കൊന്നൊരു 43-44-45 വരേക്ക് ചൂടുള്ള സമയത്താണ്. ഈ സമയത്ത് വരെ നമുക്ക് ഈ ഒരു വാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒരു തണുപ്പുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മറുവശത്തുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ്. ഈ ഒരു 2 ഭാഗങ്ങളിലായിട്ട് തന്നെ ആ ഒരു വൈറ്റ് റെഡ് കോംബോ ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബോക്സ് ടൈപ്പിൽ ഒരു 2 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കാണാം. ഇതും ശരിക്കും ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളത് കാരണം ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഭംഗി തന്നെയാണ്. ബാക്കിയുള്ള സ്പേസ് ഇഷ്ടംപോലെ ഉപയോഗിക്കാനുണ്ട്. ചാരുപടി നമുക്ക് നിറഞ്ഞിരിക്കുകയാണ്, എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റും. അതിൽ എല്ലാം തന്നെ വളരെ മനോഹരം തന്നെയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ഭംഗി ലാറ്ററൈറ്റിന് തന്നെ കിട്ടുള്ളൂ. ലാറ്ററൈറ്റ് കല്ലിൽ നമ്മൾ മുഴുവനായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് തീരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ലോങ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്തു വരുന്ന സമയത്ത് 1-2 ട്രക്കിൽ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് എത്തിക്കാൻ പറ്റുന്നതാണ്.
പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് സ്റ്റോൺ വെച്ച് കെട്ടുമ്പോൾ കിട്ടുന്ന ഭംഗി തന്നെ കിട്ടും. സ്റ്റോൺ വെച്ച് കിട്ടുന്ന ആ മുഴുവൻ ഗുണം കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാഡിംഗ് ടൈൽസ് ആയതുകൊണ്ട് 20 mm തിക്നെസ്സേ ഉള്ളൂ. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കുള്ള ചൂട് കുറയ്ക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ നമുക്ക് ഈ വലിയൊരു വരാന്തയും ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസും ഇവിടെ വരുന്ന കാരണം ഇവിടെ തന്നെ ചൂട് കുറവാണ്. ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല.